ഹലോ ഫ്രണ്ട്സ്, കുറച്ച് അടിപൊളി അപ്ഡേറ്റുകളൊക്കെ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് നമുക്ക് എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് വരാം. അപ്പോൾ നേരെ വീഡിയോയിട്ട് പോകാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഏപ്രിൽ 20-ാം ഗില്ലിയുടെ റിലീസ് ചെയ്യുന്നത്. ഇന്നലെ കേരളത്തിലെ റിലീസ് കൺഫേം ആയി. ഏകദേശം 40 തിയേറ്റേഴ്സിലാണ് ഗില്ലി റിലീസ് ചെയ്തിരുന്നത്. വെറും റിലീസ് മൂവിയായിട്ട് പോലും ഒരു വമ്പൻ റെക്കോർഡ് എന്നത് ഗില്ലി നേടിയിട്ടുണ്ട്. ഫ്രാൻസ് ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഡേ കളക്ഷൻ കിട്ടിയ തമിഴ് പടമായിരുന്നു ലിയോ. ആ റെക്കോർഡ് വിജയനെ തൻ്റെ പഴയ പടം വെച്ച് തകർത്ത് ഏറിഞ്ഞിരിക്കുകയാണ്. അതുപോലെ കോളിവുഡ് ഹൈയസ്റ്റ് റിലീസ് FT കളക്ഷൻ എന്ന റെക്കോർഡും ഗില്ലി തോക്കിയിട്ടുണ്ട്. ഓൾ ടൈം റെക്കോർഡ് റിലീസ് ഓപ്പണിംഗ് റെക്കോർഡ് ഇനി ഗില്ലി സ്വന്തമാക്കുന്നതാകും. എന്താണേ ഇതൊക്കെ ആർക്കാണ് പറ്റുക? ഇജാതി സംഭവം തന്നെ മക്കളെ. അടുത്തത് ഗോട്ട് അപ്ഡേറ്റ് വന്ന ക്ഷീണത്തിലായിരിക്കും എല്ലാവരും. ഒരു 80-90% ആൾക്കാർക്കും ആ സോങ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു ഓൾ ടൈം റെക്കോർഡ് എന്ന ആ സോങ് ഒന്ന് ഇട്ടു. അതൊരു വേറൊരു കാര്യമാണ്. അപ്പോൾ സോങ് മോശമായെന്ന് പറഞ്ഞിട്ട് പടം മോശമാകുമെന്ന് യാതൊരു ഉറപ്പുമില്ല. സോങ്ങിൽ ഒന്നല്ല കാര്യം, പടം നന്നായി അടിപൊളിയായാൽ ഈ സോങ്ങിൻ്റെ കാര്യമൊന്നും ആലോചിക്കുക പോലും ഇല്ല. ചിലപ്പോൾ പടം അടിപൊളിയായി പോകുമ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസിൽ ഈ സോങ് അടിപൊളിയായിട്ട് തോന്നാൻ ചാൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന അപ്ഡേറ്റ് ഇലിമാക്കാരെന്ന് വിളിക്കപ്പെടുന്ന ആളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയും. ആ യൂട്യൂബറാണ് നമ്മുടെ ഗോട്ട് മൂവിയുടെ PR വർക്കിന് ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നത്. അയാളുടെ പുതിയൊരു ഇൻ്റർവ്യൂ ഒന്ന് ഈ ഇടയ്ക്ക് വന്നായിരുന്നു. അതിൽ ഗോട്ടിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഗോട്ട് ഒരു പുതുമയാർന്ന ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു എക്സ്പെരിമെൻ്റൽ സബ്ജക്റ്റ് ചേർന്ന ഒരു ഇമോഷണൽ കോറൊക്കെ ഉള്ള സബ്ജക്റ്റ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എവിടെ നോക്കിയാലും എല്ലാവരും പറയുന്നത് ഇതൊരു എക്സ്പെരിമെൻ്റൽ പടമാണ് എന്നാണ്. എല്ലാവരും കൂട്ടത്തോടെ അത് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാം. പടം വേറെ ലെവലാകുമെന്നൊന്നും അല്ല പറഞ്ഞത്. കണ്ടൻറ്റ് പുതുമയാണ്, കാണത്തിലാണ് എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷേ ഈ കണ്ടൻറ്റ് വർക്കായാൽ കോളിവുഡിൻ്റെ സീൻ തന്നെ മാറ്റിയിരിക്കും. ഞാൻ ഈ പടത്തെ പ്രതീക്ഷിക്കുന്നത് ഒരു എക്സ്പെരിമെൻ്റൽ സബ്ജക്റ്റും ഒരു എൻ്റർടൈൻമെൻറ്റ് സബ്ജക്റ്റും കോമഡി ഇമോഷണലും ചേർന്ന് കൊമേഴ്ഷ്യൽ എലിമെൻറ്റ്സ് ഒക്കെ ചേർന്ന ഒരു മൂവി ആയിട്ടാണ് ഇതിനെ പ്രതീക്ഷിക്കുന്നത്. പടം വർക്കാകുമോ ഇല്ലയോ എന്ന് സെപ്റ്റംബർ 5 നമുക്ക് കാണാം. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ കമൻറ്റിൽ പറഞ്ഞാൽ മതി. അതുപോലെ താഴെ കാണുന്ന ലൈക്ക് ബട്ടണും ഷെയർ ബട്ടണും തട്ടി വിടുക. പിന്നെ സബ്സ്ക്രൈബും ബെൽ ബട്ടണും ഓൺ ആക്കിയിട്ട് കൊള്ളായിരുന്നു. എന്നാൽ പിന്നെ മറ്റൊരു വീഡിയോ കാണാം.